അടുത്ത് എഴുത്തുകാരനും കവിയും പ്രഭാഷകനും ചിന്തകനും അറിയപ്പെട്ട ഒരു നേതാവുമായ ഒരാളുമായി സംസാരിച്ചു. അപ്പൊ അയാളിനോട് പറഞ്ഞു, ഇസ്ലാമിൽ എല്ലാ കാര്യവും എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഈ വലിയരുന്നാക്കുള്ള വലിയ കർമ്മത്തിനോട് എനിക്ക് അതോ യോജിപ്പില്ല. ഒരു 1.5 മണിക്കൂർ ഫോണിലെ ആളായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഞാൻ ഈ സംസാരത്തിൽ ആദ്യം എതിരാളികൾക്ക് പറയാനുള്ളതൊക്കെ ശരിക്കും ഇങ്ങനെ കേട്ടിട്ട് ലാസ്റ്റ് എന്റെ പാക്കറ്റ് ഞാൻ പൊട്ടിക്കല്. ഞാനൊക്കെ കേട്ടു കൊടുത്തു. അയാളിനോട് പറഞ്ഞാൽ മോശമല്ലേ, എത്ര ജീവികളെയാണ് കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുന്നത്, നമ്മളങ്ങനെ കൊല്ലുകയാണെങ്കിൽ എന്താ ചെയ്യാ? അത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മൃഗങ്ങളെ കൊല്ലേ. ഞാൻ പറഞ്ഞു, ഈ തത്വം നിങ്ങൾ അംഗീകരിച്ചോന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വിശദീകരിച്ചു. പക്ഷികളെ മൃഗങ്ങളെ മറിച്ചിടുന്നതിനെ കുറിച്ചും കഴുത്തിൽ കത്തിവെക്കുന്നതിനെ കുറിച്ചും ആവുകൾ പെടയുന്നതിനെ കുറിച്ചും. പെടയുന്ന സമയത്ത് അതിന് വേദന ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. പെടയുന്നതൊക്കെ വേദന ആയിട്ടെന്ന് മനസ്സിലാക്കണ്ട. ഈ അപസ്മാര രോഗികൾ നല്ലോണം പെടയും. അവരോട് കഴിഞ്ഞിട്ട് വെച്ച് നോക്കണേ വേദന ഉണ്ടായിരുന്നു എന്ന് ഒരാരുടെ ഉണ്ടാവില്ല. വേദന ഇല്ലാതിരിക്കാനുള്ള രൂപത്തിലുള്ള അറിവിനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു ജീവി കൊല്ലാത്ത ജീവിതമാണോ നിങ്ങളെ തത്വം എന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിൽ കന്നുകാലികളല്ലേ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. മത്സ്യം കഴിക്കാറില്ലേ എന്ന് വെച്ചു. അത് കഴിക്കാറുണ്ട്. അപ്പൊ അത് കൊല്ലലല്ലേ? അല്ല, ഈ മത്സ്യം കഴിക്കുന്ന ആളുകൾ ജീവനെ കൊല്ലണില്ലേ? ഇതിനേക്കാളും കഷ്ടാണ്. അതെ, നിങ്ങൾ കടലിലും പുഴയിലും ഒക്കെ മീൻ പിടിക്കുന്ന ആളുകൾ ചെയ്യുന്ന ബാഹ്യമായ രംഗമുള്ള ക്രൂരത നോക്കാൻ നിങ്ങൾ ഇതിനേക്കാളും വലിയ കമ്പകള്, ഈ ഇരുമ്പിന്റെ മൂർച്ചയുള്ള ചീർപ്പുകള്, സൂചികള്, കൊക്കകളൊക്കെ കൊണ്ടുപോയിട്ട് തലന്റെ ഉള്ളിൽ കൊളത്തിയിട്ട് ഇതാണ്ട് അറുത്തിട്ടാ കഴിഞ്ഞു. അതല്ല, മണിക്കൂറുകൾ കൊട്ടയില് പെടഞ്ഞിങ്ങനെ കിടക്കല്ലേ. നമ്മൾ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പല ആളുകൾ അവിടെ വെച്ചുകൊണ്ടാ മുഴുവൻ കൊല്ലുന്നത്. പാതി ജീവനായിട്ട് കൊട്ടയെ കിടന്നിട്ട് കഠിന വേദനയോടെ പെടയല്ലേ. ആരെങ്കിലും ഇന്ന് വരെ ഈ ചെയ്യുന്നത് അക്രമം എന്ന് പറഞ്ഞിട്ടോ? ആ ജീവനെ കൊല്ലലല്ലേ? ആ ജീവനെ കൊല്ലലല്ലേ? നാനി പോട്ടെ, മത്സ്യം കഴിക്കൂല എന്നൂട്ട, മാംസം കഴിക്കൂല, മത്സ്യം കഴിക്കൂല. ഇവര് പിന്നെ എന്താ കഴിക്കല്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. പച്ചക്കറി ജീവനെ കൊല്ലലല്ലേ? എന്താ ലേറ്റസ്റ്റ് ശാസ്ത്രം പറയണത്? ഓരോ ചെടിക്കും മരത്തിനും സ്വന്തം ജീവനുണ്ട് എന്നാണ് ശാസ്ത്രം. ഖുർആൻ അവിടെ ഇരിക്കട്ടെ, ശാസ്ത്രം മാത്രല്ല അതിനെ കൊല്ലുന്ന സമയത്ത് വേദന ഉണ്ട് എന്നാ പറയണേ. അവന് എന്താ ചെയ്യാ? അപ്പൊ മാംസം പറ്റൂല, മത്സ്യം പറ്റൂല. ഇങ്ങനെയുള്ള ആളുകൾ പച്ചക്കറി തൊടാൻ പാടില്ല. അപ്പൊ പിന്നെ പച്ചവെള്ളം മാത്രം കുടിക്കണം. പച്ചവെള്ളം പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് ചൂടാക്കിയിട്ടല്ലേ കുടിക്കുക. ചൂടാക്കുമ്പോ ഓക്സിജൻ പോലും മയ്യത്തായില്ലേ. വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പൊ മാംസം പോയി, മത്സ്യം പോയി, പച്ചക്കറി പോയി, വെള്ളം പോയി. ഇനി അവസാനം ഒറ്റക്കുള്ളത് രോഗാവും. മരുന്ന് കുടിച്ചാലോ രോഗാണുക്കളെ കൊല്ലലായി, അവൻ ജീവനെ കൊല്ലലല്ലേ? ചുരുക്കി പറഞ്ഞ ഈ തത്വം അപ്രായോഗിക അപ്രിയ സത്യങ്ങളാണ്. ഒരു നേതാവ് അനുയായികൾക്ക് പറയേണ്ടത് പ്രായോഗിക സത്യങ്ങളെയും പ്രായോഗിക ധർമ്മങ്ങളെയാണ് പറയേണ്ടത്. അപ്രായോഗിക അപ്രിയ സത്യങ്ങളാണോ പറയേണ്ടത്? അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം തത്വമായി അംഗീകരിച്ചു. മനുഷ്യന്റെ ഉപകാരത്തിന് ജീവികളെ കൊല്ലാം. എന്തൊരു വൃത്തിയുള്ള തത്വമാണത്. അല്ലെങ്കിൽ കൊല്ലാൻ പാടില്ല. മനുഷ്യന്റെ ഉപകാരത്തിന് കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കാൻ പാടില്ല എന്നാവും. മാംസ്യബുക്ക് മാത്രല്ല, സസ്യബുക്കാനും പാടില്ല. കാരണം സസ്യങ്ങൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോ അതിന് ജീവനെ കൊല്ലാണ്. അതിന് വേദന ഉണ്ടെന്ന് ശാസ്ത്രം, അതിന് വേദന ഉണ്ടെന്നാ ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ആളുകൾ സ്വയം കുഴിയിലാണ് വീഴുന്നത്. കാരണം മനുഷ്യോപകാരത്തിന് ജീവികളെ കൊല്ലാമെന്ന തത്വം അംഗീകരിക്കാതെ ഈ ഭൂമിയിലുള്ള വാസം ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ്. ഏതായാലും സസ്യങ്ങൾ പരിസ്ഥിതി എന്നത് ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. മനുഷ്യനോട് അല്ലാഹു തആല ചിന്തിക്കാനും പറഞ്ഞു. അതാണ് ഞാൻ നിസ്കാരത്തിൽ ഓതിയത്. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم.
അള്ളാഹു മഴ പെയ്യിപ്പിച്ചിട്ട് ഭൂമിയിൽ നിന്ന് ഫ്രൂട്ട്സും സസ്യങ്ങളും മരങ്ങളും പ്രകൃതി രമണീയമായ പച്ചപ്പ്, അതിൽ എന്തെല്ലാം കായ്ക്കനികൾ, ഇതെല്ലാം അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ഉപകാരത്തിന്, നിങ്ങൾക്ക് ഭക്ഷണമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചത്. സുബ്ഹാനല്ലാഹ്. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا وأنزلنا من المعصرات ماء ثجاجا. മേഘത്തെ കുറിച്ച് മുഅ്സറാത്ത് എന്നാണ് പറഞ്ഞത്. മുഅ്സറത്ത് എന്ന് പറഞ്ഞാൽ മെൻസസ് പീരീഡിലുള്ള സ്ത്രീകൾക്ക് പറയും. ഞാൻ അതിന്റെ ഭാഷയുടെ സൗന്ദര്യവും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ആന്തരികമായ ആഴവും പറയുന്നില്ല. മേഘത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ അങ്ങനെയാണ്. മേഘം, ഭൂമി മേഘത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന മനുഷ്യന്റെ ശുക്ലം പോലെയുള്ള ജലാംശത്തെ സ്വീകരിക്കുന്നു. ഭൂമി ഗർഭിണിയാകുന്നു. ഭൂമിയിൽ നിന്ന് വിഭവങ്ങളാകുന്ന പച്ചക്കറി, ചീരയാവുന്ന സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി അത് മരണത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുമില്ലാതെ ചത്തുകിടക്കുന്ന, വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം ഇറ്റുമ്പോഴേക്ക് എവിടെ നിന്നാന്നറിയില്ല, മഞ്ഞ, ചുവപ്പ്, പച്ച, റോസ്, വ്യത്യസ്ത പൂക്കള് ഉള്ളിൽ നിന്ന് ഒരാളും നട്ട് വളർത്താതെ ഈ പേമാരിയോടുകൂടി സജീവമാകുന്നു. ഇതൊക്കെ എവിടെയായിരുന്നു? ഇതൊക്കെ അതിന്റെ ഉള്ളിൽ. ഇതുപോലെയാണ് മരിച്ച് മണ്ണടഞ്ഞു കിടക്കുന്ന മയ്യിത്തുകളെ അല്ലാഹു തആല പൂർണ്ണമായ അവസ്ഥയിൽ 40 ദിവസം മഴ പെയ്യും. ഖിയാമത്ത് നാളിന്റെ ഉയർത്തി എഴുന്നേൽപ്പിന് മുമ്പ്, ഉടനെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു മഴ പെയ്യുന്ന അവസ്ഥയെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. ആ മഴ പെയ്യലോട് കൂടിയാണ്, ആ മഴയെക്കുറിച്ചും കൃത്യമായിട്ട് എങ്ങനെയാണെന്നുണ്ട്, അതോടുകൂടിയാണ് മണ്ണടഞ്ഞു പോയ മയ്യിത്തുകൾക്ക് രണ്ടാമത് മഹ്ശറിന് വേണ്ടി സടകുടഞ്ഞ് മണ്ണ് തട്ടി എണീക്കുക എന്നും ഹദീസിൽ കാണാം. അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് മഴയും സസ്യങ്ങളും. നമ്മൾ നമ്മുടെ കൈകൊണ്ട് എന്ത് നട്ട് വളർത്തിയാലും അത് ആര് കഴിച്ചാലും നഷ്ടമല്ല. നമുക്കൊന്ന് നട്ട് വളർത്തുമ്പോ കഴിക്കാൻ കഴിയുന്നുള്ള ഒരു ഉറപ്പില്ല. ആർക്കാ കഴിക്കാൻ കഴിയുന്ന ഉറപ്പായിട്ട് എന്താ അവിടെ നട്ട് വളർത്തുന്ന? ആരൊന്നും നട്ട് വളർത്തുന്നില്ല. സ്വന്തം കഴിക്കാൻ കഴിയുന്ന മനസ്സിലാക്കിയിട്ട് അത് ആരെങ്കിലുമൊക്കെ കഴിച്ചോളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കല് നമ്മളെ കുടുംബത്തിലോ വീട്ടിലോ അംഗങ്ങളിലോ അനന്തരാവകാശങ്ങളിലുള്ള ആരെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ്. അവരാരും അല്ലാന്ന് കൂട്ടുക. ഏതെങ്കിലും പക്ഷി വന്ന് കഴിച്ചാൽ, ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് കഴിച്ചാൽ, ഏതെങ്കിലും മനുഷ്യൻ വന്ന് കഴിച്ചാൽ അതൊക്കെ സ്വതക്കയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരങ്ങളെയും സസ്യങ്ങളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മുടെ ആയുസ്സിൽ വളർത്താനും നമ്മുടെ വീടും പരിസരവും അതുകൊണ്ട് പച്ചപ്പാക്കാനൊക്കെ നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. ശുദ്ധമായ ഓക്സിജൻ കിട്ടണമെങ്കിൽ നല്ല മരങ്ങൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളെ സംരക്ഷിക്കുന്ന മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ.